Dear students, Good morning, teacher. next 2 months summer vacation ആണ്. വെക്കേഷൻ കഴിഞ്ഞ് വരുമ്പോൾ ആനുവൽ ഫീസ് കൊണ്ടുവരണം. പുതിയ ടെക്സ്റ്റിന്റെയും യൂണിഫോമിന്റെ പേയ്മെന്റും കൊണ്ടുവരണം. Okay, teacher. കുട്ടികളെ Good morning, sir. നാളത്തെ പരീക്ഷയും കൂടെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേനൽ അവധി തുടങ്ങുകയാണ്. എല്ലാരും നാളത്തെ പരീക്ഷയ്ക്ക് നല്ല പോലെ പഠിച്ചിട്ട് വരണം. Okay, sir. പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നടാ? കുഴപ്പമില്ലായിരുന്നടാ, പക്ഷെ 6ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറേ ഒരു പാരഗ്രാഫ് എഴുതിയുള്ളൂ. ഞാൻ എക്സാം മൊത്തം ഒരു പാരഗ്രാഫ് എഴുതിയുള്ളൂ. കൊള്ളാം. ഇതെന്തുവാടാ ഇത്? അത് എക്സാം ഹോളിൽ ഇരുന്ന് ബോറടിച്ചപ്പോ. എന്ത് പറ്റിയുടെ ഒരു വിഷമോ? ഒന്നുമില്ലടാ, വിഷമമൊന്നുമില്ല. പറയടാ. വെക്കേഷൻ തുടങ്ങുമല്ലോടാ, നാളെ എൻ്റെ ഒരു കസിൻ വരുന്നുണ്ട്, അനന്തു. അതിനെന്തു? അവ എന്തു പ്രശ്നക്കാരനാണ്? അല്ലടാ, പ്രശ്നക്കാരനൊന്നും അല്ല. പിന്നെന്താ കുഴപ്പം? എടാ, അവന്റെ വീട് ഏതോ ഒരു കുഗ്രാമത്തിലാടാ. 2 ആഴ്ച അവിടെ പോയി നിൽക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എടാ, ആഴ്ചകൾ പോയിട്ട് ഒരു ദിവസം പോലും അവൻ്റെ കൂടെ നിൽക്കാൻ പറ്റത്തില്ല. അതെന്താ? എപ്പോൾ നോക്കിയാലും ഫോൺ നോക്കിക്കൊണ്ടിരിക്കൂടാ. പുറം ലോകമായിട്ടൊന്നും ഒരു ബന്ധവും ഇല്ല. അവ ഇനി വരട്ടാ, നമുക്ക് അവനെ ക്രിക്കറ്റ് കളിക്കാനൊക്കെ വിളിച്ചുകൊണ്ട് പോവാം. അവൻ്റെ സൂക്കേടങ്ങ് മാറ്റി കൊടുക്കാം. പിന്നെ വീടിനെ വെളിയിറങ്ങാത്തവനെ. ഞാനൊന്നും ഇറങ്ങത്തില്ല. അത് ഈ പേര് വെയിലത്ത്. ആ സമയം ഉണ്ടായി വീട്ടിൽ നിന്ന് PUBG കളിക്കും. ആ ശരി, എൻ്റെ വീടെത്തി, ഞാൻ പോവാ. വെക്കേഷൻ കഴിഞ്ഞിട്ട് കാണാം. എടാ മോനെ, കേറി വാ. വാ ഉമ്മ. നാശം, കറണ്ടും പോയി. എന്തൊരു ചൂട്. നീയേ കുറച്ച് പാത്രമൊക്കെ ഇങ്ങോട്ട് 10 രൂപ മേടിച്ചിട്ടുണ്ട്. പിള്ളേരൊക്കെ എന്തി? ഇനി എന്തായാലും 2 ദിവസം കരണ്ട് വരും തോന്നില്ല. അതെന്താ? ഇന്ന് അടിച്ച കാറ്റത്തെ ഒരു മരം ഒടിഞ്ഞു വീണു, 3-4 പോസ്റ്റ് അങ്ങ് പോയി. ഇനി എന്ന് കരണ്ട് വരാനാ? ഫോണിൽ ചാർജും തീരാറായി. ഇനിയിപ്പോൾ എന്തു ചെയ്യും? എന്തു പറ്റിയടാ? ഒന്നുമില്ല ആൻറ്റി. കൈയും കാലും ഒക്കെ മുറിഞ്ഞിരിപ്പുണ്ടല്ലേ? നിന്റെ അടുത്ത് എന്താ പറ്റിയെന്നാ ചോദിച്ചേ? ആൻറ്റി, അത് ഞാൻ രാവിലെ PUBG കളിച്ചോണ്ടിരിക്കുവായിരുന്നു. നാശം, ചാർജും തീർന്നു. എടാ, നീ പറമ്പിലോട്ട് വരുന്നോ? ഞങ്ങൾ മാങ്ങ പറിക്കാൻ പോവാ. ഓ, നീ പൊക്കോ, ഞാൻ വരുന്നില്ല. വേണമെങ്കിൽ വന്നാൽ മതി. വന്നു കഴിഞ്ഞാൽ എറി കൊണ്ട് തറയെ വീണ പകുതി ചതഞ്ഞ മാങ്ങ പാറക്കല്ലിൽ കൈ കൊണ്ടിടിച്ച് പൊട്ടിക്കണം. 2 കഷ്ണമാക്കി ആ മാങ്ങയിൽ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച ഉപ്പും മുളകുപൊടിയും പാകത്തിന് വിതറണം. പിന്നെ ഒരു ചെറിയുള്ളി എടുത്ത് ഈ കല്ലി വെച്ച് തന്നെ ഞെവിടി മാങ്ങയുടെ അകത്തോട്ട് വെക്കണം. ഇത്രയും ചെയ്തപ്പോൾ തന്നെ നമ്മുടെ നാവിൽ കപ്പലോടുന്നുണ്ടായിരിക്കും. ഇപ്പം തന്നെ ആ മാങ്ങ എടുത്ത് പതുക്കെ ഒരു കടി കൊടുക്കണം. ഇത് കഴിച്ചാൽ ഒരു കുഴപ്പമുണ്ട്, കഴിച്ചോണ്ടേയിരിക്കും. കണ്ടോ? വാടാ, ഞാനും വരുന്നു. ഇപ്പൊ കണ്ടോ? ഇനി ഞാൻ അറിയാം. വാ. അയ്യോ, നിക്കടാ കഴിവേറുടെ മക്കളെ. അയ്യോ അയ്യോ, എടാ, എണ്ണിച്ച് വാടാ. എൻ്റെ കാലി. കുഴപ്പമില്ല, ചെറിയ മുറിവാ. പോടാ പന്നി. എടാ, മുറിഞ്ഞതേ അമ്മയുടെ അച്ഛനോടൊന്നും പറയല്ലേ. ഞാൻ പറയും. എടാ, അമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അടി കിട്ടൂടാ. നിനക്ക് കിട്ടും. ഇല്ല, ഞാൻ പറയത്തില്ല. 2 എണ്ണം കൂടെ എവിടാണ്ട് പോയിട്ട് വരട്ടെ. നിന്റെ അടുത്തോടെ വരാനാ പറഞ്ഞേ. നീ ഇതെങ്ങോട്ട് വന്നു? എടാ, അത് കമ്പൗണ്ടി ഉണ്ടാക്കാൻ. ഹായ്, കാറ് ഇങ്ങോട്ട് താടാ. പോടാ, ഇതെന്റെ ചേട്ടൻ മേടിച്ചെന്നേ. ഇത് ഞാൻ ആർക്കും കൊടുക്കത്തില്ല. ഓ, നീ എന്തോ ഉണ്ടാക്കാൻ പോകുന്ന പറഞ്ഞാൽ കമ്പൗണ്ടിയോ? അതെന്തോ സാധനം? ബാ, കാണിച്ചു തരാം. നിൽക്കേ, ഞാൻ ഇത് ബാഗ് വെച്ചിട്ട് വരാം.
എടാ നല്ല കവിട്ടുള്ള വട്ടക്കമ്പോ ചീനിക്കമ്പോ വേണം നോക്കി വെട്ടാൻ. കമ്പ് റെഡിയായി കഴിഞ്ഞാൽ ആക്സിൽ ഇടാൻ വേണ്ടി ഒരു പൈപ്പ് എടുക്കണം. ഇത് പിടിച്ചേ. പൈപ്പ് മുറിച്ച് കഴിഞ്ഞ് ഒരു ആണി വെച്ച് കമ്പിന്റെ അറ്റത്ത് അടിച്ചു കൊടുക്കണം. ഇനി വേണ്ടത് ടയറുകളാണ്. അതിനുവേണ്ടി പഴയ ഏതെങ്കിലും സിൽപ്പറിന്റെ ചെരുപ്പുകൾ കണ്ടുപിടിക്കണം. അത് വള വെച്ച് അളന്ന് വട്ടത്തിൽ കട്ട് ചെയ്യണം. ഇനി ആക്സിലിന് വേണ്ടി കമ്പി നോക്കണം. കമ്പി കിട്ടിയില്ലെങ്കിൽ കമ്പായാലും മതി. ഇനി നമുക്ക് രണ്ട് സൈഡിൽ നിന്നും ആക്സിലോട്ട് ടയർ സെറ്റ് ചെയ്യാം. കമ്പ് റെഡി. നോക്കി ഓടിക്കണം, വരുമ്പോ താഴെ വീടല്ലേ. കേട്ടാ നിന്റെ ആക്സിൽ ഓടിഞ്ഞാൽ എന്തോ ചെയ്യും? ആക്സിൽ ഒടിഞ്ഞാൽ അതുപോലെ നിന്റെ നടു ഒടിയും. ഇതേതടാ ഈ വ്യാളി? ഇത് നമ്മുടെ കൂട്ടുകാരനാ വാസ്കോ. നീ എവിടെ പോന്നടാ? ഞാൻ കുറച്ച് മീൻ പിടിക്കാൻ ഇറങ്ങിയതാ. വരുന്നോ? എടാ പോയാലോ? എന്തുവാടാ ഇത്? ഇതാണ് മണ്ണിര. ഡിസ്ഗസ്റ്റിംഗ്. ഇംഗ്ലീഷിൽ അങ്ങനെയും പറയും. പിന്നെ ഡിസ്ഗസ്റ്റിംഗ്. കുറെ നേരം ആയല്ലേ. എടാ ഇതൊന്നും നടക്കത്തില്ല. അപ്പൊ നമുക്ക് പോവാം. എൻ്റെ അല്ലേ വേറെ പരിപാടി ഉണ്ട്. എന്നാ ഇത് പിടി. എടാ ഇതിങ്ങനെ അടി തീർത്ത് കോരണം, എന്നാലേ മീൻ കയറത്തുള്ളൂ. പൊക്ക് 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 പൊക്ക്. ഇത് കൊള്ളാം. എടാ ഇതിനെ എനിക്ക് തരുമോ? നീ എടുത്തോ. അല്ലടാ, ഇതിനെങ്ങനെ വീട്ടിൽ കൊണ്ടുപോകും? എൻ്റെ ഒരു ഐഡിയ ഉണ്ട്. ചാടി വീടാതെ പോണം. ദാ വരുന്നു. എടാ വാടാ, അവിടെ എല്ലാരും വെയിറ്റിങ്ങാ. പുതിയ ബോൾ മേടിച്ചു. ചെൽസൺ കൊള്ളാം. എടേ നീ ഇവിടെ ഉണ്ടായിരുന്ന? വാ കളിക്കാം. ഞാൻ ഇല്ലടാ. എടാ നീ കളിക്കൊന്നും വേണ്ട, ചുമ്മാ നമ്മളോട് വാ. വരാം. എല്ലാരും വാ. വാടാ ടീം വിളിക്കാം. അമിഷ എനിക്ക്, വാസ്കോ എനിക്ക്, വിഷ്ണു എനിക്ക്, രാഹുൽ എനിക്ക്, മുഴയപ്പു എനിക്ക്, ഗ്രൂട്ട് എനിക്ക്, മനു എനിക്ക്. മനു എടാ ഞങ്ങള് 4 പേരല്ലേ ഉള്ളൂ, നിങ്ങൾ 5 പേരുണ്ടല്ലേ. ഒരാളെ ഒപ്പിച്ചോണ്ടോ? നിങ്ങൾ പരിചയക്കാരാന്നോടാ? ഞങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചോണ്ട് വാടേ, കളി തുടങ്ങാം. എടാ അനന്തു വാ, ടീമിൽ കയറ്. ചുമ്മാ എന്നാ മതി. എടാ 4 ഓവറിനാ കളി. 1 മാൻ ഇല്ല. സ്റ്റമ്പിന്റെ അപ്പുറത്ത് പോയാലേ റണ്ണുള്ളൂ. പിന്നെ 3 വൈഡിന് 1 റൺ. എല്ലാവർക്കും വ്യക്തമായല്ലേ? ഓർഡർ ഇവൻ. ഓട് ഓട് ഇവൻ ഓട് ഇവൻ ഓട്. ഞങ്ങളുടെ ബാറ്റിങ്ങേ. ഒരു ഓവർ 8 റണ്ണേ. ഇതിപ്പോ ആരറിയിക്കും? അനന്തോണ്ണ ഓവറി. ഇല്ല ഗ്രൂട്ടിന് കൊടുക്കാം. ബോളിങ് എടു. ഓവർ 32 ജയിക്ക. ശരി. ഫസ്റ്റ് ബോളേ. എടാ 1 ഓവർ 14. തോറ്റ്. എടീ 3 ഓളി 10 റണ്ണ് ജയിക്കാൻ.
അനന്തു ഇറങ്ങടാ. എടാ 3 ബോളിൽ 10 റൺ വേണം. നീ സിംഗിൾ ഇട്ട് തന്നാ ഞാൻ അടിച്ചോളാം. രണ്ടോളി 10. തോറ്റ്. നിന്റെ കൂടെ പറഞ്ഞേടാ സിംഗിൾ ഇട്ട് തരാൻ. കഷ്ടപ്പെട്ട് അടിച്ച് കയറ്റി വെച്ച റൺസ് ആയിരുന്നു തോപ്പിക്കാനായിട്ട്. ആരാടാ അവൻ? എന്തൊരു സിക്സ് അടിച്ചേ? അവ ആരാന്ന് നിനക്കൊക്കെ അറിയാമോ? അവനെ ഇന്റർ സ്കൂൾ ടൂർണമെന്റിലെ ബെസ്റ്റ് പ്ലെയർ ആയിരുന്നു. തോക്കൂന്ന് ഉറപ്പിച്ച ഞങ്ങളുടെ ടീമിനെ ഒറ്റയ്ക്ക് അടിച്ച് ജയിപ്പിച്ചവൻ അവൻ. അടിപൊളി ഷോട്ട്. എന്ത് അടിച്ചേ? ഓട്ടെ ആൻറ്റി. ഓട്ടേടാ. ഇനി എന്ന് വരും? അടുത്ത വെക്കേഷൻ. ഇത് നീ വെച്ചോ. അല്ല ഇത് എന്നാ വെച്ചോ. யாரோ இவன் யாரோ சொந்தம் யார்தான் இவனோ பாசம் உயிர் பாசம் தரும் யார்தான் இவனோ ஈரம் வீசும் பெரும் தூய அன்ப தொலைச்சே வேண்டும் வேண்டும் என்ன தேடும் உறவ பிரிஞ்சே யாரோ இவன் யாரோ சொந்தம் யார்தான் இவனோ எதிர்பாராமலேனும் தாய் பாசம் இவன் யாரோ